ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും വിവാഹിതരായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വിവാഹശേഷം ഇതാദ്യമായിട്ടാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലെ മുത്തപ്പനരികിലേക്ക് ദിവ്യയും ക്രിസും ഒരുമിച്ചെത്തിയത്. ആ സന്തോഷത്തിൽ മുത്തപ്പന്റെ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയുന്ന ദിവ്യയെയും ക്രിസിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് മുത്തപ്പൻ പറയുന്ന വാക്കുകളുമാണ് ഇപ്പോൾ വീഡിയോയായി ശ്രദ്ധ നേടുന്നത്. ഒപ്പം ക്രിസിന്റെ പ്രഭാഷണങ്ങളും അതിന്റെ വീഡിയോകളുമെല്ലാം ആരാധക ശ്രദ്ധ നേടുന്നുണ്ടെങ്കിലും രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് കഷ്ടപ്പാടുകൾക്ക് നടുവിലൂടെ തനിച്ചു നടന്ന ദിവ്യയ്ക്ക് മുത്തപ്പൻ നൽകിയ കൂട്ടും മുത്തപ്പനോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ഈ കൈകൾ താങ്ങായും തണലായും ലഭിച്ചതെന്ന് മുത്തപ്പൻ പറയുമ്പോൾ ദിവ്യ വിങ്ങിപ്പൊട്ടുന്നതും ഇരുവരെയും മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുകയും ദീർഘസുമംഗലിയായിരിക്കുവാൻ അനുഗ്രഹിക്കുകയുമായിരുന്നു മുത്തപ്പനും. വിവാഹം കഴിഞ്ഞ് ഇതാദ്യമായാണ് ദിവ്യയും ക്രിസും ദിവ്യയുടെ നാടായ കണ്ണൂരിലേക്ക് എത്തുന്നത്. തളിപ്പറമ്പുകാരിയാണ് ദിവ്യ. 18-ാം വയസ്സിലായിരുന്നു ദിവ്യയുടെ ആദ്യ വിവാഹം. പ്രണയജീവിതം തുടങ്ങിയതിന് പിന്നാലെ പഠനം പോലും മുടങ്ങി. തൊട്ടു പിന്നാലെ മകളും ജനിച്ചു. രജിസ്റ്റർ പോലും ചെയ്യാതിരുന്ന വിവാഹമായിരുന്നു അത്. പിന്നീട് ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയായിരുന്നു. ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു ദിവ്യയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു ഭർത്താവിൻ്റെ പീഡനം. മകൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് മകൻ ജനിച്ചത്. മക്കൾക്ക് വേണ്ടിയായിരുന്നു ദിവ്യ അക്കാലം അത്രയും ജീവിച്ചത്. എന്നാൽ മകൻ്റെ ജനനശേഷവും ഇനി തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ദിവ്യ മക്കളെ ചേർത്ത് പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. പിന്നീട് എന്ത് ജോലി ചെയ്തു മക്കളെ പോറ്റാനായിരുന്നു ദിവ്യ തീരുമാനിച്ചത്. അതിനിടെ പലതവണ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചു. 3 തവണ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പോരാത്തതിന് ഒരിക്കൽ ഫാനിൽ കുരുക്കിയിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനും. അതിൽ നിന്നെല്ലാം ആയുസ്സിൻ്റെ ദൈർഘ്യം കൊണ്ട് രക്ഷപ്പെട്ടപ്പോഴാണ് ഇനി ജീവിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ബോധ്യമായത്. അങ്ങനെയാണ് ആദ്യം ബ്യൂട്ടീഷ്യനായി ജോലി തുടങ്ങിയത്. അതിനുവേണ്ടി ജീവിതം നഗരത്തിലേക്ക് പറിച്ചു നട്ടു. 2 മക്കളെയും ഒപ്പം കൂട്ടി. അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളുമെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തെടുത്തത്. അതിനിടെ പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും എല്ലാത്തിനെയും സധൈര്യം നേരിട്ടു. അങ്ങനെയാണ് അഭിനയ മേഖലയിലേക്കും എത്തിയത്. ഷോർട്ട് ഫിലിമുകളിലും റീൽസ് വീഡിയോകളിലുമൊക്കെയായി ജീവിതം മുൻപോട്ട് പോകവെയാണ് മിനി സ്ക്രീനിലും അവസരങ്ങൾ ലഭിച്ചത്. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തുകൊണ്ട് മിനി സ്ക്രീനിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കവേ മനസ്സിനേറ്റ മുറിവുകൾ ഉണക്കാൻ മോട്ടിവേഷൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ പത്തരമാറ്റിലെത്തിയപ്പോഴാണ് ദിവ്യയെ ക്രിസ് അടുത്തറിഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ദിവ്യയിലേക്കും എത്തിയത്. ഇരുവർക്കും തമ്മിൽ പരസ്പരം ഇഷ്ടമായി. ദിവ്യയെയും മക്കളെയും പൊന്നുപോലെ നോക്കാൻ ക്രിസ് വേണുഗോപാലും കുടുംബവും തയ്യാറാവുകയായിരുന്നു. വിവാഹത്തിനു പിന്നാലെ മോശമായ കമൻറ്റുകളാണ് ഇരുവർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ തങ്ങളെ നെഗറ്റീവ് കമൻറ്റുകൾ ബാധിക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഉറപ്പാണ് ഇരുവർക്കുമുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.